എന്താണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്? മൊഴി നൽകി കഴിഞ്ഞു അതോ അതിനുള്ള തീയതി അറിയിച്ചിട്ടുണ്ടോ? ഞാൻ ഇല്ല, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ സ്പെഷ്യൽ ബ്രാഞ്ച് വന്നിട്ടുണ്ടായിരുന്നു വീട്ടില്. അപ്പം എപ്പോഴാണെങ്കിലും വെച്ചാൽ അമൃത പരാതി തരണം എന്നാ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തായാലും അതിലേക്ക് ഞാൻ നീങ്ങും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു, എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമൃത ഫ്രീ ആകുമ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച് ഫിലിം മേഖലയിലുള്ള ആൾക്കാർ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് കൂടെ ഒന്ന് ഇതാക്കിയിട്ട് അവരെ കൂടെ ഒരുമിച്ചൊന്ന് രീതിയിൽ നിന്നിട്ട് പരാതിയിലേക്ക് നീങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനാണോ പറഞ്ഞത് അതോ പ്രത്യേക അന്വേഷണ സംഘം നേരിട്ട് എത്തുമെന്നാണോ പറഞ്ഞത്? പ്രത്യേക അന്വേഷണ സംഘം എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവരായിട്ട് ഇനി എനിക്ക് ബന്ധപ്പെടണം എന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇനിയുള്ള ഇതിലേക്ക് നീങ്ങാനാണ് വിചാരിക്കുന്നത്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ. ഷൈജുവിനെതിരായ പരാതി കൈമാറാം എന്നാണ് അമൃത വിചാരിക്കുന്നത്. പ്രൊഡ്യൂസർ ഷൈജു മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ. അപ്പൊ ആള് കാരണം ഒരുപാട് പെൺപിള്ളേര് ഇതില് ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്. അപ്പോ അവരുടെ നേരെയും ഒരു ഇത് വേണം എന്നുള്ള രീതിയിലേക്ക് എനിക്ക് പോണം. അപ്പൊ അത് അവരുടെ പേരിലും കൊടുക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ പരാതി എന്ന് പറയുമ്പോൾ അമൃതയ്ക്കുണ്ടായ അനുഭവം മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാൻ. അതെ അതെ. മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചോ? അമൃത ഇന്നലെ എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളൊരു ഗ്യാങ്ങായി പോയി ജോലി ചെയ്ത് വരുന്നവരാണ് എന്നുള്ളത്. മറ്റുള്ളവരൊക്കെ സംസാരിച്ചോ? സംസാരിച്ചു. എന്താണ് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നത്? അവര് പറയുന്നത് തീർച്ചയായിട്ടും ചേച്ചി നമുക്ക് കൊടുക്കാം എന്നാ. ഞാൻ പറഞ്ഞു നിങ്ങളെ വോയിസ് ഉണ്ടാകും, അപ്പൊ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പൊ യെസ് ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പം അവരെന്തായാലും കൂടെ ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു കാണിക്കപ്പെടാൻ ഒരു സാഹചര്യം നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അല്ലെ, ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു? തീർച്ചയായിട്ടും നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ സ്ത്രീകൾക്ക് നേരെയുള്ള ഈ ഒരു ആക്രമണം നമ്മൾ കേട്ട് വരുന്നതാ. അപ്പോ എന്തെങ്കിലും ഒരിക്കൽ ഇതിനൊരു നേരെ നമുക്ക് പ്രതികരിക്കണം, പുറത്തിറങ്ങണം, പോരാടണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇച്ചിരി വൈകിയെങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിൽ പ്രതികരിക്കാൻ പറ്റിയതിൽ നമുക്ക് സന്തോഷമാണുള്ളത്. അമൃത, ഇപ്പോൾ ഈ പരാതി കൊടുക്കുമെന്ന കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പറയുമ്പോൾ മറ്റാരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇതിലേക്കൊന്നും പോകരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ടോ? ഇല്ല. പലരും പറഞ്ഞിട്ടുണ്ട് അമൃത ഒന്ന് ശ്രദ്ധിച്ചേക്കണം, കാരണം പല രീതിയിലെ ഭീഷണികൾ വരും. അപ്പോൾ അമൃത ഒന്ന് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പോരാട്ടത്തിന് പോവണ്ട എന്നൊന്നും നിർദ്ദേശമൊന്നും വന്നിട്ടില്ല. എല്ലാവരും തുറന്ന പിന്തുണയാണ് നൽകുന്നത് അല്ലേ? അതെ. ശരി, അതെന്തായാലും ധൈര്യമായി മുന്നോട്ട് പോകാം അമൃത.